പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശുഭദിനം നേരുന്നു. സ്വതന്ത്രയുടെ വാടാമുല്ല കൃഷിയാണ് ഈ ഭാഗത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പൂ വിരിഞ്ഞു, ഇനിയും മുട്ടിട്ട് വരുന്നേയുള്ള. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വാടാമുല്ല ഇതിനകത്ത് എത്തുന്നുണ്ട്. അതാണ് ഒരു വളരെ സന്തോഷം വരുന്നൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, എല്ലായിടത്തും നല്ല ഇലയും അതുപോലെ ആരോഗ്യമുള്ള ചെടിയാണ്. ഇത് തണ്ടൊക്കെ കണ്ട നല്ല സൂപ്പറായിട്ട് തന്നെ നയിക്കുന്നത്, അടിപൊളി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം മിക്കതും മുട്ടിട്ട് പൂവായിട്ടുണ്ട്, ഇനി വരാനുണ്ട്. അപ്പം ഇന്ന് രാവിലെ മരുന്ന് തളിക്കുമായിരുന്നു. മരുന്ന് വെച്ചാൽ നമ്മുടെ 19 എന്ന മരുന്നാണ് ഇപ്പോൾ തളിച്ചിരിക്കുന്നത്. അത് കൂടുതൽ പൂക്കൾ വരുവാനും ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാനുള്ള ഇതാണ്. പൂക്കളും കായ്കളും ഉണ്ടാകുന്നതാണ് 19. ഇതിനിടയ്ക്കിടയ്ക്ക് ചെറിയ പുഴുക്കളുണ്ട്. അത് ഇല ചുരുട്ടി പുഴുവാണ്. അപ്പോൾ അതിനെ ഒന്ന് മരുന്നടിച്ചൊന്ന് മാറ്റണം. അതില്ലെങ്കിൽ വീണ്ടും നമ്മുടെ അടുത്ത ഇലയിലേക്ക് ഒക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്, ഇല ചുരുട്ടി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് കാണുന്നത് നമ്മൾ പറിച്ച് മാറ്റുന്നുണ്ട്. അതുകൂടാതെ ഇച്ചിരി മരുന്നും കൂടെ തളിക്കണം. തളിച്ചെങ്കിൽ മാത്രമേ ചെടി നല്ല രീതി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം നല്ല ഇഷ്ടംപോലെ പിടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാത്തിലും മുട്ടിട്ടത്, എല്ലാ ഭാഗങ്ങളിലും മുട്ട് വരുന്നു. കുറച്ച് മാത്രമേ നല്ലൊരു അത് വിരിഞ്ഞ് വന്നിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ആ കൃത്യസമയത്ത് നമുക്ക് അതിൻ്റെ വിളവെടുപ്പ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ സ്വരാജ് മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ വശത്ത് തളിച്ചാൽ ഇനി അപ്പുറത്ത് മാത്രം വെച്ചാൽ മരുന്നുകൾ 19 മരുന്ന് സ്പ്രേ ചെയ്യുകയാണ്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. കുറച്ച് പുല്ലുകളൊക്കെ പിടിച്ചിട്ടുണ്ട്, അതെല്ലാം ഇനി അത് പറിച്ച് മാറ്റണം. എന്നാലും ഇവിടെ ഒരു വൃത്തി നമുക്കുണ്ടാകണം. നമ്മൾ അക്കരെ കൂടെ പോകുന്ന കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്തെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ചെടി വരുന്നുണ്ട്. ചെടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇനിയിപ്പോൾ അക്കരയായിട്ട് പോകണം. അവിടെ സജീവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ തെളിച്ച ഭാഗങ്ങളൊക്കെ അവിടെ വാരം പിടിച്ച് ക്ലിയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇട്ട വിത്തുകൾ കിളിപ്പിച്ച് നമുക്ക് അവിടെ നടാൻ പറ്റത്തുള്ളൂ. കൂടാതെ ഇച്ചിരി പച്ചമുളകും അതുപോലെ തന്നെ കാന്താരിയൊക്കെ തൈകൾ വാങ്ങിക്കുന്നുണ്ട്. അത് ഇന്ന് വാങ്ങിച്ചിട്ട് നാളെ നമുക്ക് രാവിലെ അവിടെ നടാം. അപ്പോൾ ഇവിടുത്തെ കാര്യം ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. സമയം കിട്ടുന്നതനുസരിച്ച് അംഗങ്ങൾ ഇവിടെയും കൂടെ വന്ന് ഇതിൻ്റെ പരിചരണം കൂടെ നടത്തണം. നമ്മൾ നേരെ സ്പീഡിൽ അക്കരയോട്ട് പോകണം. കൂടുതൽ തൈകൾ അവിടെയാണ്, ഏകദേശം ഒരു 800ഓളം തൈകൾ അവിടെ. നമുക്കിവിടെ നട്ടിരിക്കുന്ന വാടാമുല്ല മാത്രമേ ഉള്ളൂ. ബാക്കി ബെന്തിയും വാടാമുല്ലയും അവിടെ നട്ടിട്ടുണ്ട്. അത് കൂടാതെ പച്ചക്കറിയും കൂടി. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തു വരാൻ നേരത്ത് രാവിലെ 6 മണിക്ക് പോയാലും 8 മണിക്ക് നമ്മൾ തിരിച്ച് പോകേണ്ടതാണ്. അവിടുത്തെ വർക്ക് ചെയ്യുമ്പോൾ താമസിക്കും. പിന്നെ ഇവിടെ നമ്മൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും. പക്ഷേ ഇവിടുത്തെ ചെടികളൊന്നും കുഴപ്പമില്ല, വളമൊക്കെ നമ്മൾ കൃത്യമായ സമയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് മാറ്റണം. അതുപോലെ തന്നെ ചെടിക്ക് ഒരു കമ്പ് കുത്തി അതിന് സംരക്ഷണം കൊടുക്കണം. കുറച്ച് കമ്പ് ഞാനിവിടെ ഇടയ്ക്ക് കുത്തിയായിരുന്നു, അത് പോരാ. ഇവർക്ക് ഇടയ്ക്ക് കമ്പുകൾ നിൽപ്പുണ്ട്. ബാക്കി നമ്മൾ കമ്പുകൾ വെച്ചുകൊണ്ട് ഇത് മറിഞ്ഞു പോകും. ഇത്രയും വെയിറ്റ് വരുന്നുണ്ട്, ചെടികൾക്ക് നല്ല വെയിറ്റാണ്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് വരുന്ന അംഗങ്ങൾ ചെയ്യണം. എന്തെങ്കിലും ഇതിന് ശേഷം അക്കരയായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രമോദ് പോഞ്ഞിക്കര.